ഷിരൂരിൽ അർജുനായുള്ള ദൗത്യം തുടരുമോ, അനിശ്ചിതത്വം നീങ്ങുമോ? ഇതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവിടെ അല്പസമയത്തിനകം യോഗം ചേരും എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർ കേരളത്തിന്റെ നിലപാട് എന്താണ്, സ്വീകരിക്കേണ്ട നിലപാട് എന്നതിൽ ഒരു തീരുമാനമെടുക്കും. അത് ഉന്നതതല യോഗത്തിൽ അറിയിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എസ് വിനേഷ് കുമാർ അവിടെ നിന്ന് ചേരുകയാണ്. വിനേഷ്, MLA മാർ, ജനപ്രതിനിധികൾ അവിടെയുള്ളവർ യോഗം തുടങ്ങിയോ? എന്താണ് കേരളം ഈ കർണാടകയെ അറിയിക്കാൻ പോകുന്ന നിലപാട്? മുഖ്യമന്ത്രിയോ ഇതിനോടകം തന്നെ സിദ്ധാരാമയ്യയ്ക്ക് കത്തയച്ച സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. ദൗത്യം തുടരാനുള്ള എന്തെങ്കിലും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? രേണുക, MLA മാർ 3 വാഹനങ്ങളിലായി ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അതായത് ഷിരൂരിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് വെച്ചിട്ടാണ് യോഗം നടക്കുന്നത്. യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവിടെ ഗേറ്റിൽ ഇവിടുന്ന് അങ്ങോട്ട് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. മാധ്യമപ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ യോഗം ആരംഭിച്ചോ എന്നുള്ളത് നമ്മൾ അല്പസമയം മുമ്പ് MLA-യുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് കൃത്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ, MLA-മാർ എത്തിക്കഴിഞ്ഞാൽ യോഗം ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് അത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ആരെല്ലാം പങ്കെടുക്കുന്നു എന്താണ് യോഗ തീരുമാനം അറിയുകയുള്ളൂ. ഇനി യോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ MLA-യുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടുകയുള്ളൂ. ഈ ഗേറ്റിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് കടത്തിവിടുന്നില്ല എന്നതാണ് കാര്യം. നമുക്കറിയാം, കേരളം ശക്തമായ സമ്മർദ്ദത്തിന് ഒരുങ്ങുകയാണ്. കർണാടകയുടെ ഈ തീരുമാനം, രക്ഷാദൗത്യം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കർണാടക എത്തിയിരിക്കുന്നു. കർണാടകയും ഇത് സംബന്ധിച്ച് യോഗം ചേരുന്നുണ്ട്. കാർവാറിൽ വെച്ചാണ്. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറമുള്ള കാർവാർ എന്ന് പറഞ്ഞ കാർവാർ സിറ്റിയിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. അത് 6:30 ഈ നിർണായക യോഗം. ആ യോഗത്തിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ആ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളല്ല, അവിടെ കർണാടകയിൽ നിന്നുള്ള അവരുടെ MLA ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉണ്ടാകുക. അതായത് കാർവാർ MLA സതീഷ് കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാവും. സതീഷ് കൃഷ്ണയും അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ കളക്ടറായ ലക്ഷ്മി പ്രിയ ഇവരുൾപ്പെടെ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റു ഉന്നത ഓഫീസർമാരുണ്ടാവും. ഈ SP നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ദൗത്യം നിർത്തിവെക്കുക, രക്ഷാദൗത്യം നിർത്തിവെക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യോഗത്തിന്റെ തീരുമാനം. അങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ അവിടെ യോഗം തീർച്ചയായും വിനേഷ്, ഒരു കൂട്ടായ ശ്രമം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ. രേണുക, ഒറ്റ കാര്യം, അതായത് അവിടെ യോഗം നടക്കുക, അവിടെ 6:30 യോഗം നടക്കുന്നതിന് മുമ്പ് ഇവിടെ 5:30 യോഗം ആരംഭിച്ച് കൃത്യമായി തന്നെ തങ്ങളുടെ യോഗത്തിലെ തീരുമാനം അവരെ അറിയിച്ച് സമ്മർദ്ദം ചെലുത്താനാണ് ഇപ്പോൾ സംസ്ഥാനത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള MLA-മാർ ഇവിടെ യോഗം ചേർന്നിട്ടുള്ളത്. എന്തായാലും അവർ അതിനു മുമ്പ് തന്നെ അവിടെ 6:30 യോഗം ചേരുന്നതിന് മുമ്പ് ഇവിടെ തീരുമാനങ്ങൾ എടുത്ത് അവരെ അറിയിക്കുക, കർണാടകത്തെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആവശ്യത്തിന് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുണ്ട്. യോഗം ഏറെക്കുറെ ആരംഭിച്ചിട്ടുണ്ടാവും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഈ വഴി വരെ മാത്രമേ എല്ലാ വാഹനങ്ങളും ഇവിടെ തന്നെ, മാധ്യമങ്ങളുടെ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ തടഞ്ഞിട്ടുണ്ട്. മറ്റുള്ള വാഹനങ്ങൾ അത്യാവശ്യം പരിശോധിച്ച ശേഷം ആവശ്യമുള്ളവരെ, വളരെ അത്യാവശ്യമുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. 6:30 യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. അത് കർണാടകയുടെ ഉന്നതതല യോഗമാണ്. അത് ഒരു നിർണായകമായ തീരുമാനം അതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരു കൂട്ടായ ശ്രമം അവിടെ നടക്കുന്നതാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുകൂടി മനസ്സിലാക്കണം. കാരണം കർണാടക അവരുടെ സാധ്യമായ എല്ലാ ശ്രമങ്ങളും ഇതിനോടകം നടത്തി കഴിഞ്ഞു എന്ന ഒരു നിലപാടിൽ തന്നെയാണ്. MLA-യും കളക്ടറും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലായത്. അവർ പ്രത്യേകം യോഗം ചേരുന്നു എന്നതിൽ നിന്നൊക്കെ ആ കൂട്ടായ്മ ഇപ്പോൾ അവിടെ ഇല്ല എന്ന കാര്യം വേണം മനസ്സിലാക്കാൻ. പക്ഷേ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്നത് തന്നെയാണ് കേരളം ഉദ്ദേശിക്കുന്നത്. അക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കത്തിലുണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലുണ്ട്. ഇനി ചേരുന്ന യോഗത്തിലും ആ നിലപാട് തന്നെ ഉണ്ടാകുമെന്നും അത് കർണാടകയെ അറിയിക്കുമെന്നുമാണ് നമ്മൾ കരുതുന്നത്. വിനേഷ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈശ്വർ മാൽപ്പയും സംഘവും ഉപയോഗിച്ച ബോട്ടുകളൊക്കെ കരയ്ക്കടുപ്പിക്കുന്നു. അവർ അവരുടെ ഇതുവരെ ഉപയോഗിച്ച സന്നാഹങ്ങളൊക്കെ തിരികെ മടക്കി വെക്കുന്നു. അങ്ങനെ അതൊരു തിരിച്ചുപോക്കിനുള്ള ശ്രമമാണോ, അതോ ഈ സന്നാഹങ്ങളോട് കൂടി തന്നെ അവർ കരയിൽ തുടരുമോ? എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ? ദൗത്യം അവസാനിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. കാരണം അതീവ ദുഷ്കരമാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ ന്യൂസ് 18 നൽകിയിരിക്കുന്ന ന്യൂസ് 18നോട് ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. അതായത് അതീവ ദുഷ്കരമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഗംഗാവാലി നദിയിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് കുറഞ്ഞിട്ടില്ല. അതെന്തായാലും 6 നോട്ട്സിന്റെ താഴെയാണ്. ഈ 6 നോട്ട്സോ പിന്നെ താഴെ വന്നാൽ, അതായത് 6 നോട്ട്സിന് താഴെ 3 നോട്ട്സിനും
3 നോട്ട്സ് വരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുക്ക് വന്നാൽ മാത്രമായിരിക്കും അത് രക്ഷാപ്രവർത്തനം സാധ്യമാവുകയുള്ളൂ എന്ന് നേവി പറഞ്ഞതാണ്. ഇവർ പക്ഷേ അതിൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇനി ചെളി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ ദുഷ്കരമാണ് അവിടേക്ക് എത്തിപ്പെടാൻ. കമ്പിയും കല്ലും മറ്റുള്ള സാധനങ്ങളും എല്ലാം തന്നെ ഉള്ളത് കൊണ്ട് തീർച്ചയായും എന്തായാലും ഈശ്വർ മാൽപ്പയും സംഘവും അവരുടെ പരമാവധി ശ്രമം നടത്തിയതിനു ശേഷമാണ് പിൻവാങ്ങിയിരിക്കുന്നത്. മണിക്കൂറിൽ 11 കിലോമീറ്ററിലധികം വേഗത്തിൽ ഒഴുകുന്ന ഗംഗാവലിയിൽ പലതവണ മുങ്ങിത്താണ് പരമാവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും സാധ്യമാകുന്നില്ല.